നോക്കൂ, ഞാൻ നാഷണൽ ഹൈവേ അതോറിറ്റീൻ്റെ ഓഫീസറല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ഇതിങ്ങനെ നടന്നിട്ടുണ്ട്. അതിന് ഏറ്റവും സ്പീഡിൽ അതിനൊരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യണം. അത് ചെയ്യുമെന്ന് നിതിൻ ഗഡ്കരിജി എന്നെ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇതൊരു ആദ്യത്തെ ഒരു എക്സാമ്പിൾ അല്ല. അതൊരു സ്വാംപി ലാൻഡാണ്, സോഫ്റ്റ് ലാൻഡാണ്. സ്ട്രക്ചറൽ ഡിസൈൻ അത് കോൺട്രാക്ടർ ശരിക്കും ചെയ്തോ ചെയ്തില്ലയോ അത് എൻക്വയറി നടക്കട്ടെ. ആരും നോക്കൂ, തെറ്റ് ചെയ്ത കോൺട്രാക്ടർ ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെ ഒരു നടപടി നടക്കും. അതിൽ ഒരു ഡൗട്ട് ആർക്കും ഉണ്ടാവാൻ പാടില്ല. അല്ല, എനിക്ക് ഡീറ്റെയിൽസ് അറിയില്ല. ഞാനിപ്പോൾ ഇത് കേട്ട ഉടനെ ജില്ലാ പ്രസിഡന്റ് എന്നോട് വിളിച്ച ഉടനെ ഞാൻ നിതിൻ ഗഡ്കരിജിയോട് സംസാരിച്ചു. നിതിൻ ഗഡ്കരിജി ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു, നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് നടന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു എൻക്വയറി നടക്കാൻ പോകുന്നുണ്ട്, കോൺട്രാക്ടറിനെ ഡീബാർ ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അത് ഒരു കാര്യം, അതിന് അവിടുത്തെ ഒരു പെർമനന്റ് സൊല്യൂഷൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് അർജന്റ്ലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുമുണ്ട്. ഞാൻ അവിടെ പോവുകയും ചെയ്യും. നോക്കൂ, ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ, അതിൽ എൻവയറമെന്റൽ അത് എത്രയോ കാര്യങ്ങൾ. ഇപ്പോൾ വയനാട് എന്തായിരുന്നു അതിൻ്റെ കാരണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അത് എൻക്രോച്ച്മെന്റ് ആണോ, അൺറെഗുലേറ്റഡ് കൺസ്ട്രക്ഷൻ ആണോ? അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നില്ല. അല്ല, അത് ഡിസൈൻ ആണെങ്കിൽ കോൺട്രാക്ടറിന് അഗേൻസ്റ്റ് നടപടി എടുക്കും. അർജന്റ്ലി അത് എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുമുണ്ട്. ഞാൻ അവിടെ പോവുകയും ചെയ്യും.